ആഴിയാർ കേവ്സിൻ്റെ ഒരു കലാപ്രദർശനം കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് ആംഫിബിയൻ ഈസ്തെറ്റിക്സ് എന്നാണ്. സി എ ബോയിലിംഗ് വെസൽ, കടൽ തിളയ്ക്കുന്ന ചെമ്പാണ് അധ്യായം 2 എന്നുള്ള ഒരു 2 പ്രദർശനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദർശനം ആർക്കിയോളജിക്കൽ ക്യാമറ എന്ന് പറയുന്ന പ്രദർശനമാണ്. അത് എ മുഹമ്മദിൻ്റെ ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫ്സിൻ്റെ കേരളത്തിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ 10-30 വർഷമായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള എക്സ്കവേഷൻ്റെ ചിത്രങ്ങളാണവ. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള എക്സ്കവേഷൻസ് എല്ലാം തന്നെ മുമ്പും ഛായാഗ്രഹണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം തന്നെ പക്ഷേ പുസ്തകങ്ങളുടെയോ രേഖകളുടെയോ റിപ്പോർട്ടുകളുടെയോ ഭാഗമായി ചില പുസ്തകങ്ങളിലോ ചില ഗവേഷണ രേഖകളിലോ ഔദ്യോഗിക റിപ്പോർട്ടുകളുടെ ഭാഗമാകും എന്നല്ല, അതൊരു പൊതുസ്ഥലത്ത് അതിനൊരു കലാവസ്തുവായിട്ട് ഒരു ദൃശ്യകലാ പ്രദർശനമായി ഒരു പക്ഷേ ഇത്രയും വിപുലമായ രീതിയിൽ സമഗ്രമായ രീതിയിൽ ഒരു കേരളത്തിൻ്റെ ഭൂതകാലത്തിലേക്ക്, ഒരു കേരളത്തിൻ്റെ മെഗാലിത്തിക് ഏജിലേക്ക് തൊട്ടുള്ള ഇടയ്ക്കൽ തൊട്ടുള്ള ഒരു കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു പോകാനും ആ കേരളത്തിൻ്റെ പ്രാഗ് ചരിത്രത്തെ അതിലൂടെ ഒരു സഞ്ചാരം നടത്താനുള്ള അവസരം കൂടിയാണ് ആ ഫോട്ടോഗ്രാഫ്സ്. അത് വെറും ഒരു ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫ്സ് മാത്രമല്ല, അത് ഒരു രീതിയിൽ ഫോട്ടോഗ്രാഫറുടെ എങ്കിൽ മുഹമ്മദ് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്. ഒരു ഛായാഗ്രാഹകൻ്റെ കലാചാതുരി കൂടി അതിൻ്റെ പിന്നിലുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു പ്രദർശനം ഈ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ദൂരമുള്ള ഗുജറാത്തി സ്ട്രീറ്റിലെ ഡിസൈൻ ആശ്രം എന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപക്ഷെ ആ പ്രദർശനത്തിൻ്റെ ഇത്തരം ഒരു ആർക്കിയോളജിക്കൽ ചിത്രങ്ങളുടെ പ്രദർശനത്തിൻ്റെ ഏറ്റവും ഹ്രസ്വമായി പറഞ്ഞ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയാവുന്നത്, ഒരുപക്ഷെ ഇനി ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് പോകുന്ന ഒരു ഛായാഗ്രാഹകൻ ഇതുവരെ പോയ പോലെ ആയിരിക്കില്ല പോകാന്നല്ല. മുഹമ്മദിൻ്റെ പ്രദർശനം ഒരു വലിയ രീതിയിൽ ഈ ഫോട്ടോഗ്രാഫിയും ഛായാഗ്രഹണ ഫോട്ടോഗ്രാഫിയിലും ഒരു വലിയൊരു വിച്ഛേദം കൊണ്ടുവരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വലിയ രീതിയിൽ ഒരു ഛായാഗ്രഹണ ആർക്കിയോളജിയും ഫോട്ടോഗ്രാഫിയും തമ്മിൽ വലിയ നീണ്ട ചരിത്രം തന്നെയുണ്ട്. ഒരുപക്ഷെ സെൽവകുമാർ സാറാണ് അതിൻ്റെ ഒരു ആ പ്രദർശനത്തിൻ്റെ ആമുഖം എഴുതിയിട്ട് അതിൽ നിന്ന് പറയുന്നുണ്ട്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ആർക്കിയോളജി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വളരെ സിസ്റ്റമാറ്റിക്കായ ഡിസ്ട്രക്ഷനാണ്. അത് ഡോക്യുമെൻറ്റഡ് ഡിസ്ട്രക്ഷനാണ് ശരിക്കും ചെയ്യുന്നത്. നിങ്ങൾ കുഴിച്ചെടുക്കുന്നു, ഒരു സ്ഥലത്തെ കുഴിച്ചെടുത്ത് ഡിസ്ട്രോയ് ചെയ്ത് നിങ്ങൾ ചിലത് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഫോട്ടോഗ്രാഫി ആ പ്രക്രിയയെ മുഴുവൻ രേഖപ്പെടുത്തുന്നു. വേറൊരു തരം എക്സ്കവേഷൻ ആയിരിക്കാം ഫോട്ടോഗ്രാഫി, പക്ഷെ അത് 2 തരത്തിലുള്ള ഇടപെടലുകൾ ഒരേ സമയത്ത് നടക്കുന്നു. അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരണമാണ് ഈ ഫോട്ടോഗ്രാഫി ആർക്കിയോളജിക്കൽ ക്യാമറ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫി എക്സിബിഷൻ. ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്ന ഈ ചർച്ചയുടെ ആർക്കിയോളജി ആൻഡ് മ്യൂസിയംസ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്ന ആർക്കിയോളജിയെ കുറിച്ചുള്ള ഒരുപക്ഷെ ഏറ്റവും നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും പരിചയവും വൈദഗ്ധ്യവും പാണ്ഡിത്യവുമുള്ള ഒരാളാണ് ഡോക്ടർ സെൽവരാജ്. അദ്ദേഹം തുടങ്ങാം. അതായത് ഇന്ന് ആർക്കിയോളജി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു വിവാദ വിഷയമാണ്. വലിയ രീതിയിൽ ആർക്കിയോളജി ഇപ്പോൾ കീലാടി തുടങ്ങിയിട്ടുള്ള അവിടെ നടക്കുന്ന ഉദ്ഖനനത്തെക്കുറിച്ച് ധാരാളം ചർച്ചകളും ധാരാളം വിവാദങ്ങളും നടക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ ആർക്കിയോളജി വേറെ രീതിയിൽ നമ്മളുടെ ഒരു വിജ്ഞാന മേഖലയിൽ അല്ലെങ്കിൽ പൊതു മാധ്യമ ചർച്ചകളിൽ പോലും വലിയ വിഷയമായി തീരുന്നു. അപ്പോൾ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ആർക്കിയോളജി എന്തുകൊണ്ട് ഇത്രയും ഇന്ന് പ്രാധാന്യം നേടിയിരിക്കുന്നു, എന്തുകൊണ്ട് ഒരു വിവാദ വിഷയമായി തീരുന്നു, ഒരു ആർക്കിയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ മേഖലയിൽ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു ആർക്കിയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഡോക്ടർ സെൽവകുമാർ അതിനെ ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു എന്നതിൽ തുടങ്ങാം. നമസ്കാരം എല്ലാവർക്കും. ആർക്കിയോളജി ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. പണ്ട് ആർക്കിയോളജി ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സായിട്ട് മാത്രമാണ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്ത് ആർക്കിയോളജി ഫോർ സോഷ്യൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതായത് എങ്ങനെയാ നമുക്ക് ആർക്കിയോളജിയെ കൊണ്ട് ഇങ്ങനെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ സാധാരണ ആൾക്കാർക്കും കുട്ടികൾക്കും എങ്ങനെയാ ഒരു നാട്ടിൻ്റെ അങ്ങനെ ചരിത്രത്തെ ഇങ്ങനെ ത്രൂ ഓബ്ജക്റ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൂടാതെ ഇപ്പം കേരളത്തിൽ തന്നെ നമുക്ക് ഒരു
ഗോഡ്സ് ഓൺ കൺട്രി, അങ്ങനെയാ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ടൂറിസം പ്രൊമോഷൻ ചെയ്യുന്ന രീതിയിൽ അതിൽ എങ്ങനെയാണ് നമുക്ക് ആർക്കിയോളജിക്കൽ മോണ്യുമെന്റ്സിനെ കൊണ്ടുവരുന്നത്, ഇങ്ങനെ കുറേ തീംസ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഈ ആർക്കിയോളജി പ്രധാനമായിട്ട് ഉണ്ടായത് 1784 വില്യം ജോൺസ് നിർമ്മാണിച്ച ഏഷ്യാറ്റിക് സൊസൈറ്റിയാണ്. അത് കഴിഞ്ഞിട്ടാണ് റോബർട്ട് ബ്രൂസ് ഫൂട്ട് 1863 പല്ലാവരത്ത് അടുത്ത് ഈ ഹാൻഡാക്സ് കണ്ടെത്തുന്നത്. അടുത്തതായിട്ടുള്ള ഒരു ഗവേഷണത്തിൽ നമുക്കറിയാം ഇന്ത്യയുടെ ഹിസ്റ്ററി 15 ലക്ഷം ആണ്ടുകൾ പഴക്കമുള്ളതിന് അതിനെ ആദ്യം ചെയ്തത് റോബർട്ട് ബ്രൂസ് ഫൂട്ടാണ്. അപ്പം അതിനു മുൻപ് തന്നെ അലക്സാണ്ടർ കണ്ണിങ്ഹാം 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ സ്ഥാപിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ആദ്യം ഈ മഹാശിലായുഗ മോണ്യുമെന്റ്സിനെ കുഴിച്ചത് ജെയിംസ് ബബിങ്ടൺ ആണ്. അവരാണ് ഈ ഫെറോ കോളേജ് പുറകിലുള്ള ചത്തപ്പറമ്പ ഒരു സ്ഥലത്ത് അവർ കുഴിച്ച് 1819 കുഴിച്ചിട്ട് 823 ഒരു സയൻറ്റിഫിക് ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാലിക്കറ്റിൽ തന്നെ കുറേ മൈക്രോലിത്സ് കണ്ടെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രെഡ് ഫാസറ്റ് ഈ ഇടക്കലിലെ പ്രധാനമായിട്ടുള്ള ഈ ഗുഹചിത്രങ്ങളെ കണ്ടെത്തി. നമുക്ക് കേരളത്തെ കുറിച്ച് കുറേ നമുക്ക് ആർക്കിയോളജിക്കൽ പ്രൊമോഷനും ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് കാര്യങ്ങളും ചെയ്യാനുള്ളതുകൊണ്ട് പ്രധാനമായിട്ട് നമുക്ക് കേരളത്തിലെ ചില ആർക്കിയോളജിക്കൽ സൈറ്റ് സയൻറ്റിഫിക് ആയിട്ട് എക്സ്റ്റെൻസീവായിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യണം, ചെയ്തിട്ട് അതിനെ നമുക്ക് കാഴ്ചപ്പെടുത്തണം. അടുത്തതായിട്ട് കേരളത്തിലെ പട്ടണത്തെ അടുത്ത് പണ്ടത്തെ മുസിറി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ KP ഷാജൻ ആദ്യം കണ്ടെത്തി. പിന്നെ PJ ചെറിയൻ, KCHR എന്നിവർ ഇവിടെ കുഴിച്ച് ഒരു നല്ലതൊരു തുറമുഖ പട്ടണത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ മുസിരീസ് ഹെറിറ്റേജ് പ്രോജക്റ്റ് 2007 വന്നത്. അതൊരു 100 crore പ്രോജക്റ്റാണ്. അത് ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് പ്രോജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് അവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലെ ആർക്കിയോളജിന് വേണ്ടിയിട്ട് കുറേ കുഴിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ട്. നമുക്ക് കുറിപ്പായിട്ട് പറയണമെങ്കിൽ എടക്കൽ ഒരു പ്രധാനപ്പെട്ട വേൾഡ് ലെവലിലുള്ള ഒരു സ്ഥലമാണ്. എടക്കലിനെ നമുക്ക് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് മാറ്റണം. ഇപ്പോൾ കേരളത്തിലെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടെ ഇല്ല. നമുക്ക് തമിഴ്നാട്ടിലെ കുറേ സൈറ്റ് ഉണ്ട്, ബൃഹദീശ്വര ടെമ്പിൾ, മാമല്ലപുരം, അങ്ങനെ അജന്ത, മഹാരാഷ്ട്രയിലെ താജ്മഹൽ ഉണ്ട്. കേരളത്തിലെ നമുക്ക് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇല്ല. ആദ്യം നമുക്ക് കേരളത്തിലെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലം രണ്ടാണ്. ഒന്ന് പത്മനാഭപുരം പാലസ്, രണ്ടാമത്തെ എടക്കൽ ഗുഹചിത്രം. എടക്കൽ ഗുഹചിത്രത്തിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. എടക്കൽ ഗുഹചിത്രം ഒരു ആർക്കിയോളജിക്കൽ വസ്തു മാത്രമല്ല, അവിടെ കുറേ എൻഗ്രേവിങ്സ് ഉണ്ട്. അതിൽ കാണുന്ന ചിത്രങ്ങൾ നമുക്ക് മഹാശിലായുഗ മൺപാത്രത്തിൻ്റെ മുകളിലുണ്ട്. കാളവണ്ടിയുണ്ട്, കുറേ സൺ സിമ്പിൾസ്. രാഘവാര്യർ മാസ്റ്റർ കുറേ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. രാജൻ ഗുരുക്കൽ മാസ്റ്റർ, അതുപോലെ കുറേ ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. KKN കുറുപ്പ്, അജിത് കുമാർ കുറേ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്ന് മലബാറിൽ കാണുന്ന തെയ്യത്തിൻ്റെ ഒരു ഏർലി ഫാമാണ്. അത് മുഹമ്മദിൻ്റെ ഒരു എക്സിബിഷൻ്റെ അകത്തുണ്ട്. തെയ്യത്തിൻ്റെ ഒരു 2000 year old ഫാമാണ് നമുക്ക് അവിടെ കാണുന്നത്. അതിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്നത്തെ സൗത്ത് കനറയിലും മലബാറിലും ഉള്ള ഈ തെയ്യം ഫാംസ്, വെളിച്ചപ്പാട് പോன்ற ഈ ഫാംസിന് കൾച്ചറൽ റിച്വൽ ഡാൻസിൻ്റെ ഒരു പ്രീ ഫാമാണ്. അതുകൊണ്ട് നമുക്ക് കേരളത്തിലെ മലബാർ റീജിയനിലെ എടക്കല്ലും തെയ്യമും അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ഒരു ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആൻഡ് മോണ്യുമെന്റ്സ് ടെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അടുത്തതായിട്ട് സംഘസാഹിത്യത്തിൽ വേലൻ വെറിയാട്ട് എന്ന് പറയുന്ന ഒരു വെളിച്ചപ്പാടിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഈ കളം ഉണ്ടാക്കുന്നത്. കുറേ സംഘസാഹിത്യങ്ങളിൽ ഇങ്ങനെ ഉണ്ട്. വേലൻ വെറിയാട്ട്
അത് ഒരു പക്ഷേ പണ്ടത്തെ ഈ തെയ്യത്തിൻ്റെ ഒരു ഫോമാകാം. ഈ റിച്വൽസ് ഡാൻസിൻ്റെ സൗത്ത് കനറയിലും നമുക്ക് മലബാറിലും കാണുന്ന നമുക്ക് ഇത് മൂന്നും ലിങ്ക് ചെയ്തിട്ട് കേരളത്തിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇപ്പം അടുത്തതായിട്ട് യുനെസ്കോയുടെ ഇങ്ങനെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഇങ്ങനെ 3 റിച്വൽ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ പറയുന്ന ഈ കോൺസെപ്റ്റ് ലിങ്ക് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് സംഘസാഹിത്യത്തിൽ വരുന്ന വേലൻ വെരിയാട്ടയും കേരളത്തിൻ്റെ തെയ്യം റിച്വൽ ഡാൻസ് അതിനും റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് എടക്കൽ ഗുഹച്ചിത്രങ്ങളെയും ലിങ്ക് ചെയ്തിട്ട് ഒരു കൾച്ചുറൽ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ട്രയാങ്കിളായി ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനെ ഒരു വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ശ്രമിക്കണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അടുത്തതായിട്ട് കേരളത്തിൽ തന്നെ നമുക്ക് കുറേ സ്ഥലങ്ങൾ കുഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് കുഴിച്ചിട്ട് സൈറ്റ് മ്യൂസിയം ഉണ്ടാക്കാം. അത് രണ്ടാമത്തെ കോൺസെപ്റ്റാണ്. മൂന്നാമത്തത് കേരളത്തിലെ ഒരുപാട് ഈ മഹാശിലായുഗത്തിൻ്റെ കുടക്കൽ തൊപ്പിക്കൽ അതെല്ലാം മുഹമ്മദിൻ്റെ ഫോട്ടോഗ്രാഫ്സിൽ അവിടെ പോയി കാണാം. അത് കുറേ നശിച്ചു പോയിട്ടുണ്ട്. കേരളത്തിലെ പണ്ടത്തെ ഉള്ള ഇത് എല്ലാം ഇങ്ങനെ കുഴിച്ച് നശിച്ചു പോയിട്ടുണ്ട്. നമുക്ക് കേരളത്തിലെ ചേരമാൻ പറമ്പിനെ ഒരു സൈറ്റായിട്ട് കൊടുങ്ങല്ലൂർ അടുത്തുള്ള ഇതായിട്ട് ഉണ്ടാക്കാം. അടുത്തത് നമുക്ക് ചെരമങ്ങാട്, അത് തൃശ്ശൂരിന് അടുത്തുണ്ട്. അവിടെ ഒരു മെഗലിത്തിക് പാർക്ക് നമുക്ക് ഉണ്ടാക്കണം. ഇങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് ഗവൺമെൻറ് മാത്രം ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വേണം. കാരണം ഇങ്ങനെ ഹെറിറ്റേജ് സംരക്ഷണം എന്ന് പറയുന്നതിന് നമുക്ക് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് വേണം. അതുപോലെ കേരളത്തിൽ നമുക്ക് ഈ ഹെറിറ്റേജ് കൺസർവേഷനും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേറ്റിംഗ് ഹെറിറ്റേജ് കൺസർവേഷനും കുറേ സൈറ്റ്സ് മെഗലിത്തിക് സൈറ്റ്സിനെ നമുക്ക് കൺസേർവ് ചെയ്തിട്ട് ഹെറിറ്റേജ് സർക്യൂട്ട് അതും നമുക്ക് ഉണ്ടാക്കണം. ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ചരിത്രത്തിന് ടെക്സ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ആ മെറ്റീരിയൽ ഓബ്ജക്റ്റ് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ, ടൂറിസം മാത്രമല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. പബ്ലിക് ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ, കുട്ടികൾക്കാണ് ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ. അതിനോട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ സൈറ്റ്സ് ഡെവലപ്മെൻറ്റ് ചെയ്യണം. അതായത് ആർക്കിയോളജി ഫോർ ഡെവലപ്മെൻറ്റ്, അതാണ് കോൺസെപ്റ്റ്. ആർക്കിയോളജി ഫോർ ടൂറിസം. എങ്ങനെയാ ഈ ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസിനെ കൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ എക്കണോമിക്സിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും, ടൂറിസത്തിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ, ഹെറിറ്റേജ് ടൂറിസം, ലോക്കൽ ആൾക്കാർ അവരും കാണുന്ന രീതിയിൽ നമുക്ക് വയനാട്ടിലെ ഒരുപാട് ഗോത്രവർഗ്ഗക്കാരുണ്ട്, ജീവനക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് അവിടെ ചില ഹെറിറ്റേജ് സൈറ്റ്സ് പാർക്ക് ഉണ്ടാക്കണം. ഇങ്ങനെ തരം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസർവേഷനും അതുകൂടാതെ ടൂറിസം ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അതുപോലെ കേരള സർക്കാർ തന്നെ ഒരു പ്രോപ്പർ റോഡ് മാപ്പ് ഹെറിറ്റേജ് പോളിസി, ഇൻടാഞ്ചിബിൾ ടാഞ്ചിബിൾ ഹെറിറ്റേജ് പോളിസി ഉണ്ടാക്കണം. അതാണ് ഇതിലെ ചില പോയിന്റ്സ് എന്ന് പറയുന്നത്. താങ്ക് യു. എനിക്ക് ഞാൻ മുഹമ്മദിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം സാർ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ് ആർക്കിയോളജി വളരെ വ്യാപകമായി നടന്നിട്ടും പല ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇല്ലാതായി പോകുന്നു. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് കൊണ്ട് എന്താണ് നമ്മൾ നേടുന്നത്, നമ്മളുടെ ഹിസ്റ്ററിയുടെ ഏതൊക്കെ വിഷയങ്ങളാണ് അത് തുറന്നിടുന്നത് എന്നുള്ളത് പലപ്പോഴും അത് പൊതുജനങ്ങൾക്ക് അറിയുന്നില്ല. എന്ന് വെച്ചാൽ ആർക്കിയോളജിസ്റ്റ് ഒരുപക്ഷെ ചില റിപ്പോർട്ടുകൾ ഉണ്ടാകും, റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടാകാം, അല്ല പൊതുജനങ്ങൾ ഇത് അറിയുന്നില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ അത്തരം ഒരു 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 മൂവാണ് ഈ എക്സിബിഷൻ. യഥാർത്ഥത്തിൽ എക്സിബിഷനിലൂടെ നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കേരളത്തിൽ നടന്ന ആർക്കിയോളജിക്കൽ ഹിസ്റ്ററിയിലേക്കും സൈറ്റുകളിലേക്കുള്ള ഒരു സന്ദർശനമാണ് എക്സിബിഷൻ നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അത് ഒരർത്ഥത്തിൽ ഒരു ഫോട്ടോഗ്രാഫിക് എക്സിബിഷനാണ്, ആർക്കിയോളജിക്കൽ എക്സിബിഷൻ കൂടിയാണ്. അപ്പോൾ മുഹമ്മദിൻ്റെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് മുഹമ്മദിലേക്ക്. മുഹമ്മദ് ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ്, എക്സലൻറ്റ് ഫോട്ടോഗ്രാഫറിന് നമുക്ക് പറയാം. ഈ ആർക്കിയോളജി എക്സ്കവേഷനെ തന്നെ ഡോക്യുമെന്റഡ് ഡിസ്ട്രക്ഷൻ അങ്ങനെ പറയും. ഡോക്യുമെന്റഡ് കാരണം നമുക്ക് ആർക്കിയോളജി സൈറ്റിനെ കുഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള വസ്തുക്കളെല്ലാം പുറത്തേ പോകും. നമുക്ക് ഇന്നത്തെ കേരളത്തിലുള്ള മ്യൂസിയങ്ങളിൽ നമുക്ക് കാണുന്നത് ഈ വസ്തുക്കൾ മാത്രമാണ്. വസ്തുക്കൾ മാത്രം നമുക്ക് കണ്ടാൽ ചരിത്രം മനസ്സിലാക്കാൻ കഴിയില്ല. വസ്തുക്കൾ കിട്ടിയ ആ കോണ്ടെക്സ്റ്റ് വേണം. ഈ ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
വസ്തുക്കളെ അത് കോണ്ടെക്സ്റ്റിൻ്റെ കൂടെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുഹമ്മദിൻ്റെ ഫോട്ടോഗ്രാഫി ഇത് നല്ല ഒരു ഇത്ര ഒരു എക്സ്കവേഷൻ്റെ ഒരു വിഷ്വൽ നെറേറ്റീവെന്ന് നമുക്ക് പറയാം. അങ്ങനെ സാധാരണ ആൾക്കാർ അതിനെ കണ്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു സ്ഥലം കുഴിക്കുന്ന സമയത്ത് നമുക്ക് ഓബ്ജക്റ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റും അതിൻ്റെ മറ്റ് സാധനങ്ങളും നമുക്ക് ഫോട്ടോഗ്രാഫ് വഴിയാണ് പുറത്ത് വരുന്നുണ്ട്. അപ്പം അതിനെ നമുക്ക് കാണിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഇതിനെ കാണിക്കാൻ കഴിയും, ഇതിലെ കാണാൻ കഴിയും. കാരണം നമുക്കൊരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഓബ്ജക്റ്റ് എല്ലാം ഓബ്ജക്റ്റ് മാത്രമാണ്, അതിൽ ഒരു വിഷ്വൽ നെറേറ്റീവ് ഇല്ല. അതുപോലെ നമുക്ക് കേരളത്തിലെ ട്രിവാൻഡ്രത്തും എറണാകുളത്തും കാലിക്കറ്റിലും കണ്ണൂരിലും മ്യൂസിയം ഉണ്ടെങ്കിൽ സാധാരണ ജീവനക്കാരുടെ അവർക്ക് ബസ് പിടിച്ചോ ട്രെയിൻ പിടിച്ചോ അവിടെ പോയി കാണാൻ കഴിയില്ല. ഇങ്ങനെ തരമുള്ള എക്സിബിഷൻ ഇത് എല്ലാ സ്ഥലത്തും വയനാട്ടിലും പാലക്കാട്ടിലും പോകുന്ന സമയത്ത് ഈ നമുക്ക് ആൾക്കാരെല്ലാം ഇതിനെ കാണുന്നുണ്ട്. ഇപ്പം കൺവെൻഷണൽ മ്യൂസിയം ആണെങ്കിൽ നമുക്ക് ആൾക്കാർ ഇങ്ങനെ മ്യൂസിയത്തിൽ വരും. ഇങ്ങനെ തരം ഉള്ള മ്യൂസിയത്തിൽ ഈ എക്സിബിഷനും ചരിത്രവും ഹെറിറ്റേജും ആൾക്കാരുടെ തൊട്ടടുത്ത് പോകുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ മുഹമ്മദിൻ്റെ ചിത്രങ്ങളാണ് പിന്നിൽ കാണുന്നത്. ഇവിടെ എക്സിബിഷനിൽ കാണിച്ചിട്ടുള്ള ചില ചിത്രങ്ങളാണ് പിന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഞാൻ മുഹമ്മദിലേക്ക് വരും. മുഹമ്മദ് ഒരു ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫർ മാത്രമല്ല, ഒരു വിഷ്വൽ ആർട്ടിസ്റ്റാണ്, സിനിമോട്ടോഗ്രാഫറാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ സിനിമകൾ ഛായാഗ്രാഹനം ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ്. പക്ഷേ ഒരു മുഹമ്മദിൻ്റെ ഒരു സമാന്തര ജീവിതം എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫിയാണ്. കഴിഞ്ഞ 10-30 വർഷമായി പല ആർക്കിയോളജിക്കൽ സൈറ്റുകളിലും, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ സന്ദർശിക്കുകയും അതിൻ്റെ മൊത്തം പ്രക്രിയ, ആദ്യം ഈ ആർക്കിയോളജിക്കൽ സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തൊട്ട് കുഴിച്ച് അതിൽ നിന്ന് വസ്തുക്കൾ എടുക്കുന്നത് വരെയുള്ള എല്ലാ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രക്രിയകളും വിഷ്വലി ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ അതിനപ്പുറം അത് എല്ലാ ആർക്കിയോളജിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ മുഹമ്മദിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ഒരു അതിലേക്കുള്ള ഒരു സംഭാവന എന്ന് പറയാവുന്നത്, മുഹമ്മദ് ഒരു വിഷ്വൽ ആർട്ടിസ്റ്റ് എന്നുള്ള ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലുള്ളൊരു അതിൻ്റെ ഒരു വസ്തു കൂടിയാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ മുഹമ്മദിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ നിങ്ങളുടെ ഇത്രയും വർഷത്തെ ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫി, ആർക്കിയോളജിസ്റ്റുകളുടെ കൂടെയും ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ്റെ കൂടെയുള്ള നിങ്ങളുടെ യാത്രയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഒരു ഫോട്ടോഗ്രാഫർ എങ്ങനെയാണ് ചാലഞ്ച് ചെയ്യുന്നത്? ഹലോ, ഞാനൊരു ബേസിക്കലി ഒരു പെയിൻറ്റിങ് ഗ്രാജുവേഷനാണ്. എന്നിട്ട് ഒരു പക്ഷേ യാദൃച്ഛികമായിട്ടാണ്, ഞാനൊരിക്കലും ഹിസ്റ്ററി പഠിച്ച ഒരാളോ അല്ലെങ്കിൽ ഹിസ്റ്ററി താല്പര്യമുള്ള ആളോ ആയിരുന്നില്ല. യാദൃച്ഛികമായിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഹിസ്റ്ററിയിലേക്ക് വന്നു വീഴുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഷെൽവകുമാർ സാർ തന്നെയാണ്. എൻ്റെ പാർട്ട്ണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷെൽവകുമാർ സാറിൻ്റെ ഫീൽഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെൽവകുമാർ സാറും പാർട്ട്ണറും പിന്നെ ഡോക്ടർ ഗണേഷ് സാറും ഇവരൊക്കെ കൂടി ഫീൽഡ് വർക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ട്, ഇവരെ കൂടെ വെറുതെ സ്ഥലം കാണാൻ പോവുക എന്നുള്ള രീതിയിൽ തുടങ്ങിയതായിരുന്നു എൻ്റെ യാത്ര. പലപ്പോഴും ഈ യാത്രകളിൽ എനിക്ക് തോന്നുന്ന സാധനങ്ങൾ ഞാൻ ഡോക്യുമെൻ്റ് ആയിരുന്നു ആദ്യം ചെയ്തത്. പിന്നെ ഷെൽവകുമാർ സാർ പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപക്ഷെ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഷെൽവകുമാർ സാർ തന്നെയാണ്. സാറിൻ്റെ അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ ഈ മലബാർ ഏരിയയിലുള്ള പല മെഗാലിത്തുകൾ എന്ന് വെച്ചാൽ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഹാശിലാ സ്മാരകങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ഷെൽവകുമാർ സാറിനുണ്ടായിരുന്നു. ഏകദേശം 2002-2003 കാലഘട്ടങ്ങളിലായിരുന്നു ഞാനിത് ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് ഡോക്യുമെൻ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് 2006 ഇതേപോലെ ഷെൽവകുമാർ സാറാണ് എന്നെ വിളിക്കുന്നത്. പട്ടണം ആർക്കിയോളജിക്കൽ സൈറ്റിൽ പട്ടണം എക്സ്കവേഷൻ തുടങ്ങാൻ പോകുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഷെൽവകുമാർ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരിക്കലും എനിക്ക് ആർക്കിയോളജി ഫോട്ടോഗ്രാഫി ഒന്നും എനിക്കറിയില്ല, സാറിൻ്റെ കൂടെ വന്ന് ചില ഫീൽഡിൽ ഞാൻ ചില ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ സാർ പറഞ്ഞു, കുഴപ്പമില്ല, എന്തായാലും നമ്മുടെ കൂടെ കൂടൂ, ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ബേസിക്കലി ആർക്കിയോളജി സ്റ്റുഡൻസിന് ആർക്കിയോളജി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ കൂടെ ജോയിൻ ചെയ്യുന്നു. 2006 ഫീൽഡ് വർക്കായിരുന്നു. ആ ഫീൽഡ് വർക്കിലാണ് ഈ പട്ടണം ആർക്കിയോളജിക്കൽ സൈറ്റ് കൂടുതലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും 2007 എക്സ്കവേഷൻ തുടങ്ങുകയും ചെയ്യുന്നത്. 2007 എക്സ്കവേഷൻ തുടങ്ങുന്നത്. ആ സമയത്താണ് ഇവരോട് കൂടി ഒരുപക്ഷെ ആദ്യത്തെ എൻ്റെ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പറയുന്നത് പട്ടണം സൈറ്റാണ്. അവിടെ നിന്നാണ് ഞാൻ എക്സ്കവേഷണൽ ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരുപക്ഷെ ഈ സൈറ്റ്
ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സൈറ്റിൽ വന്ന് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് തുടങ്ങുന്നതോടെ അതുവരെ ഉണ്ടായിരുന്ന എന്നിൽ തോന്നിയിരുന്ന പല ഒരു സൈറ്റ്, പട്ടണ എക്സ്കവേഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക, ഒരു രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് മെഗാലിത്തിക് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സൈറ്റ് നമുക്ക് ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു മോണുമെൻ്റ് ഉണ്ട്, അതായിരിക്കും എക്സ്കവേറ്റ് ചെയ്യുക. പക്ഷേ ഇത് അങ്ങനെയല്ല. പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലാൻഡിൽ ഒരു ട്രെഞ്ച് ലേ ഔട്ട് ചെയ്യുന്നു, അവിടെ ഡിഗ് ചെയ്യുന്നു. അവിടെ താഴെ എന്തുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു സ്പേസിൽ ഡിഗ് ചെയ്യാൻ തുടങ്ങുന്നതോടെ വലിയ രീതിയിലുള്ള സ്ട്രക്ചറുകൾ കാണാൻ തുടങ്ങുന്നു, വള്ളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ തുടങ്ങുന്നു. നമ്മൾ ഒരു പക്ഷേ വേറൊരു മായാലോകത്ത് എത്തിപ്പെട്ട ഒരു രീതിയായിരുന്നു സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു വേറൊരു ലോകം ഞാൻ അറിയുന്നത്. പിന്നെ അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന ഓബ്ജക്റ്റുകൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു പക്ഷേ എൻ്റെ കയ്യിലായിരിക്കും പല ട്രെഞ്ചുകൾ കാണും. ആ ട്രെഞ്ചിൽ നിന്ന് കിട്ടുന്ന ഒരു ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ നമുക്കറിയാം, ആ സൈറ്റിൽ നിന്ന് പട്ടണം പോലുള്ള സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഓബ്ജക്റ്റുകൾ മുഴുവനും പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഓബ്ജക്റ്റുകളും കിട്ടുമ്പോൾ അത്ഭുതമായിരുന്നു തോന്നുക. പക്ഷേ ഷെൽമാർ സാറിനെ പോലുള്ളവർക്ക് അതൊരു അത്ഭുതമല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു അത്ഭുതമായിരുന്നു. പുതിയ രീതിയിൽ പുതിയ ലോകം. പക്ഷെ അതൊരു ഈ പറഞ്ഞ പോലെ മറ്റൊരു തലത്തിലേക്ക് എന്നെ എത്തിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും പഠിക്കുന്നതും. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ 2006-2007 തൊട്ട് തുടങ്ങിയ ഈ യാത്ര 2008-ലും പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ നടന്നിട്ടുള്ള ബാക്കി ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ, യൂണിവേഴ്സിറ്റികളാവട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളാവട്ടെ, അവരെല്ലാവരും നടത്തിയ ഈ എക്സ്കവേഷനുകൾ അതുപോലുള്ള ഫീൽഡ് വർക്കുകളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് എന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു വലിയൊരു കളക്ഷൻ എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ പറയുന്ന എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ പഠിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാനൊരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് വെറും ഒരു ആർക്കിയോളജി ഫോട്ടോഗ്രാഫി എന്നതിനപ്പുറം പലപ്പോഴും ഞാനതിനെ കാണുന്നത് അതിനെ മറ്റൊരു രീതിയിൽ, എൻ്റേതായ ഒരു രീതിയിൽ അതിനെ ഡോക്യുമെൻ്റ് ചെയ്യാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അറിയാം, ആർക്കിയോളജി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് ഡോക്യുമെൻറ്റേഷനാണ്. പക്ഷേ അതേ സയൻറ്റിഫിക് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അതിനെ വേറൊരു തരത്തിൽ, ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും കൂടെ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ സംഭവിക്കുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയുള്ള യാത്രകളായിരുന്നു. അവിടെയും ഇതുപോലൊരു ആർട്ടിസ്റ്റാണ് ഒരു പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പല എക്സ്കവേഷൻ സൈറ്റുകളും എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ പലർക്കും അറിയായിരിക്കാം, കൃഷ്ണകുമാർ എന്ന് പറയുന്ന കൃഷ്ണരാജ് ബേസിക്കലി പെയിൻറ്ററാണ്. എൻ്റെ സീനിയറായിട്ട് ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചതാണ്. കക്ഷി ആർട്ടിസ്റ്റായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ കക്ഷിക്ക് ഇതിനോടുള്ള താല്പര്യവും എല്ലാം ഭയങ്കരമായിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കക്ഷി അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മലബാറിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എക്സ്കവേഷനുകളും നേതൃത്വം കൊടുത്തത് ഈ കൃഷ്ണരാജാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണരാജും ഞാനും കൂടെ ഉള്ളൊരു യാത്ര ഏകദേശം ഒരു 15 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. 2 ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള 2 ആർക്കിയോളജി, ഒരു ആർട്ടിസ്റ്റും ഒരു ആർക്കിയോളജിസ്റ്റും, ഒരു ഫോട്ടോഗ്രാഫറും ആർക്കിയോളജിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ആർക്കിയോളജിയോട് താല്പര്യമുള്ള 2 പേർ. ആ 2 പേരുടെ യാത്രയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഡോക്യുമെൻറ്റേഷനുകളൊക്കെ. താങ്ക് യു മുഹമ്മദ്. എനിക്ക് തോന്നുന്നു മുഹമ്മദിൻ്റെ എക്സിബിഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് നേരത്തെ മുഹമ്മദ് തന്നെ പറഞ്ഞ പോലെ ഒരു സയൻറ്റിഫിക് ഡോക്യുമെൻറ്റേഷൻ ആണ് പ്രാഥമികമായ ജോലി. പക്ഷേ ആ സയൻറ്റിഫിക് നരേഷൻ മാത്രമല്ല മുഹമ്മദ് ഫോട്ടോഗ്രാഫ്സിലൂടെ ചെയ്യുന്നത്. മൊത്തം ആ സൈറ്റിൻ്റെ ഒരു ഫീൽ, അതുപോലെ അതിൻ്റെ ഈ മൊത്തം പ്രോസസ്സിലുള്ള പലതരം അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്ന കാര്യങ്ങൾ, ആൾക്കാരുടെ പ്രതീക്ഷ, അവിടെ നിധി ഉണ്ടാവുമോ എന്നൊക്കെ വെച്ചാൽ ആൾക്കാർ കൂടി നിൽക്കുന്നു, കുഴിക്കുന്നു, ഓരോന്നെ കണ്ടെത്തുന്നു, പല ഘട്ടം ഘട്ടമായി മുന്നേറുന്നു. ഈ പ്രക്രിയയും അതിൻ്റെ ഒരു നാടകീയത, അതിൻ്റെ കഥ പുറത്തു കൊണ്ടുവരാനും ആ അന്തരീക്ഷത്തെ മുഴുവൻ അവതരിപ്പിക്കാനും ഉള്ള ഒരുപക്ഷെ മുഹമ്മദിൻ്റെ കഴിവായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ എന്നുള്ള രീതിയിൽ നിലനിർത്തുന്നത്. നമ്മളിന്ന് 3 പേര്, ഒരാൾ ആർക്കിയോളജിസ്റ്റ് ആണെങ്കിൽ വേറെ ഫോട്ടോഗ്രാഫറാണ്. റിയാസ് കോമ്പോണ് യഥാർത്ഥത്തിൽ ഈ ആർക്കിയോളജിക്കൽ ക്യാമറയുടെയും ആഴി ആർക്കൈവ്സിൻ്റെയും ഒരു ക്യൂറേറ്റർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ എനിക്ക് തോന്നുന്നു മുമ്പ് തന്നെ ഇപ്പോൾ കൊച്ചി മുസ്ലിം ബൈനാലെ തുടങ്ങുന്ന സാഹചര്യം തൊട്ട് തന്നെ ഒരർത്ഥത്തിൽ ആർക്കിയോളജി എന്ന് പറയുന്നത് ഒരു കലാഭാവനയുടെ, ആർട്ടിസ്റ്റിക് ഇമാജിനേഷൻ്റെ ഒരു ട്രിഗറായിട്ട്, അതിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ആർക്കിയോളജിയും എക്സ്കവേഷനും തുടക്കം മുതൽ തന്നെ
ബിനാലെയുടെ ഭാഗമായിട്ടുണ്ട്, റിയാസിൻ്റെ വർക്കുകളിലുമുണ്ട്. ഒരുപക്ഷെ ക്യൂറേറ്റർ എന്നുള്ള രീതിയിൽ ഈ പ്രക്രിയയെ എങ്ങനെ കാണുന്നു? എങ്ങനെയായിരിക്കും ഒരു ആർക്കിയോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ആർട്ട് ഒബ്ജക്റ്റായി മാറുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ മുഹമ്മദിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു കളക്ഷൻ എങ്ങനെയാണ് ഇത്തരം ഒരു 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 ഫോട്ടോഗ്രാഫി എക്സിബിഷൻ രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന ഒരു കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആർക്കിയോളജിക്കൽ സർവേ നമ്മുടെ ജനറേഷൻ തന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് എവിഡൻസ് ടു റെസിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു മെറ്റഫറാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളിതിൻ്റെ ഇതിനെ കലയുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് മുൻപേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിൽ കല കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ടെറസ്ട്രിയൽ ഇമാജിനേഷനുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിലെ മോഡേണിസ്റ്റ് ആർട്ട് പ്രാക്ടീഷണേഴ്സ് കൈകാര്യം ചെയ്തിരുന്ന വിഷയത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നേഷൻ ബിൽഡിംഗ്, അതുപോലെ തന്നെ ഒരു യൂണിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കണ്ടിന്യൂറ്റി അവരുടെ ഭാഷയിൽ കാണാം. പിന്നീട് ഒരു വലിയൊരു ഡിസ്റപ്ഷൻ സംഭവിക്കുന്നത് 92-ലാണ്. ആ 92-ൽ ഇതുപോലെ തന്നെ ഒരു ദ ആർക്കിയോളജി ഓൾസോ അഗെയിൻ ഒരു വേറൊരു രീതിയിൽ എക്സ്കവേറ്റഡ് മാനിപ്പുലേറ്റഡ് ഹിസ്റ്ററി അതിൻ്റെ ഒരു ഡിസ്റപ്റ്റീവ് ഏജൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇന്ത്യൻ കണ്ടംപററി ആർട്ട് പ്രാക്ടീസിൽ നമ്മൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു ഘടകം എന്ന് പറയുന്നത് എഗെയിൻ സെക്കൻഡ് റൗണ്ട് ഓഫ് യൂണിഫിക്കേഷനാണ്. കാരണം വളരെ റിലീജിയസ് ഫണ്ടമെൻ്റലിസം, മറ്റുള്ള നമ്മളെ അകത്തി നിൽക്കുന്ന ഘടകങ്ങൾ, അത്തരം സമ്പ്രദായങ്ങൾ കൾച്ചറൽ സ്പേസിൽ വരികയും അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഷ കണ്ടിന്യൂസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞൊരു 35 വർഷത്തെ നമ്മുടെ സാമൂഹിക ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല കലാകാരന്മാരും, എഴുത്തുകാരും, സാമൂഹിക പ്രവർത്തകരും, അതുപോലെ തന്നെ ജനറലി ഒരു മോഡേൺ ഒരു പുതിയൊരു പൊളിറ്റിക്കൽ ഇമാജിനേഷൻ എപ്പോഴും കാണാൻ ശ്രമിക്കുന്നത് എങ്ങനെ വീണ്ടും ഒരു യൂണിഫൈഡ്, ഒരു സെക്യുലർ, മൾട്ടി കൾച്ചറൽ ഒരു കോൺഷ്യസ്നെസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ സംഭവിക്കുന്നത്. ഒരു ഏർലി മോഡേണിസ്റ്റ് ഇമാജിനേഷൻ പ്ലസ് ദ സെക്കൻഡ് വേവ് ഓഫ് റീയൂണിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ അതിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചി പോലുള്ള വളരെ മൾട്ടി കൾച്ചറൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു 39ഓളം കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് ജീവിക്കുന്ന, അപ്പോൾ അവരുടെ ഹിസ്റ്ററി ഡേറ്റ് ബാക്ക് ചെയ്തു പോകുന്ന ഒരു എംബിലിക്കൽ കണക്ഷൻ എന്ന് പറയാവുന്ന ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം നമ്മൾ കണ്ടെത്തുന്നത് ഒരു മുസ്ലിസിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ്. അപ്പോൾ ആ ബന്ധപ്പെടുത്തലിലൂടെ ശരിക്കും ഇന്ത്യൻ കലാലോകത്തിന് ഒരു പുതിയൊരു ഭാഷ പ്രദാനം ചെയ്തൊരു സൈറ്റ് എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സൈറ്റുകളാണ്. കാരണം അതിനു മുൻപ് ആർക്കിയോളജിക്കൽ സൈറ്റുകൾ കലയിലെ ഒരു എസ്തെറ്റിക് എക്സ്പ്രഷൻ്റെ വിഷയമായിരുന്നില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേരളം എന്താണ് ഒരു ലാർജർ ഗ്ലോബൽ ആർട്ട് വേൾഡിന് പ്രസൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജുകളുടെ വലിയ ധാരാളിത്തത്തിൽ ജീവിക്കുന്ന സമയത്ത് കാണാത്തത് കുഴിച്ചെടുത്ത് പുറത്തെടുത്ത് അതിനൊരു റെസിസ്റ്റൻസിൻ്റെ മെറ്റഫറാക്കിയതാണ്. വേറൊരു രീതിയിലുള്ളൊരു ചരിത്രം പറയുന്ന ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സിൻ്റെ തുടക്കക്കാരാണ്. ഇപ്പോൾ സെൽവകുമാർ സാറാണ് പട്ടണം എക്സ്കവേഷൻ സൈറ്റിൻ്റെയൊക്കെ ഏർലി ഇൻ്റർവെൻഷൻ നടത്തിയവർ. അപ്പോൾ ഒരർത്ഥത്തിൽ സെൽവകുമാർ സാറും മുഹമ്മദും ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കൃഷ്ണരാജും യങ് ജനറേഷൻ ആർക്കിയോളജിസ്റ്റുകൾ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്ന പോലെയാണ്. കാരണം യു ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അതൊരു പ്രോസസ്സിലേക്ക് വരുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യൻ കലാലോകത്തെ ഏറ്റവും പ്രധാന കലാകാരൻ, കേരളമൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്ന സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് വിവാൻ സുന്ദരം പട്ടണം എക്സ്കവേഷൻ സൈറ്റിലെ പോട്ടറി ഷാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന വലിയൊരു ഇൻസ്റ്റലേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ആർട്ട് വേൾഡും കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായിട്ട് നടക്കുന്ന ആ ഒരു നോളജ് പ്ലസ് ആർട്ട് പ്ലസ് പീപ്പിൾ എന്ന് പറയുന്ന വലിയൊരു ഫിനോമിനൻ തുടക്കം വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്
ഇന്ത്യൻ ആർട്ട് വേൾഡിൻ്റെ ദിശ മാറ്റിവിടുന്നതിൽ കേരളം കാണിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ടെമ്പർ ടുവേർഡ്സ് ആർക്കിയോളജിക്കൽ എവിഡൻസസ്, യുനോ ഡൂയിങ് ലൈക്ക് a proper, documented exercise. ആ ഒരു എക്സസൈസ് വളരെ വിജിലൻ്റ് ആയിട്ട് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു 10 വർഷത്തിന് ശേഷം ഈ ആർക്കിയോളജിക്കൽ ക്യാമറ എന്ന രീതിയിൽ വീണ്ടും ആ പട്ടണം എക്സ്കവേഷൻ അല്ലെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ലാർജർ സർവേയുടെ മെറ്റഫർ വീണ്ടും ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിൽ നിന്നും ഒരു ആർട്ടിസ്റ്റിക് ഇമാജിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ, നമ്മുടെ മുന്നിൽ നിന്ന ഒരു 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 കലാകാരൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് ഇന്ത്യൻ മോഡേണിസ്റ്റിൻ്റെ, ഒരു നെഹ്റുവിയൻ ഇമാജിനേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കൂടിയാണ്. അപ്പോൾ അത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സലോകുമാർ സാർ ആദ്യം പറഞ്ഞ ഏത് രീതിയിലേക്കാണ് നമ്മൾ ഇത്തരം എവിഡൻസുകൾക്ക് സോഷ്യൽ സ്പേസിൽ യങ് ജനറേഷൻ്റെ ഇടയിലേക്ക് ഒരു പെർമനൻസി കൊടുക്കുന്നത്, അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കും സാമൂഹിക ഘടനകൾ മനസ്സിലാക്കുന്നതിനും ഒരു എവല്യൂഷണറി ഹിസ്റ്ററി മനസ്സിലാക്കുന്നതിനും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു കോ എക്സിസ്റ്റിംഗ് സൈറ്റ് ഉണ്ടാക്കുന്നതിനും എല്ലാറ്റിനും സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഏജൻസി ആയിട്ടാണ് ഈ എന്താ പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ എവിഡൻസുകൾ വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഈ മുഹമ്മദിൻ്റെ തന്നെ ഷോയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്കൊരു കേരളത്തിൻ്റെ വളരെ നീണ്ടതും വളരെ അന്തർദേശീയവുമായിട്ടുള്ള സർവ്വലൗകികവുമായിട്ടുള്ള ഒരു ബന്ധങ്ങളെ കുറിച്ചുള്ള ധാരാളം തെളിവുകൾ കൂടി ഈ ഷോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ അർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തെ മറ്റൊരു രീതിയിൽ കാണുന്ന, അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കേരള ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വഴികൾ വെട്ടി തുറക്കുന്ന ഒരു രീതി കൂടിയാണ് ഇത്. ഇതിൽ രണ്ടാമത്തെ വിഷയം നമ്മൾ യഥാർത്ഥത്തിൽ ഈ എക്സ്കവേഷൻസ് നടക്കുന്നു, ധാരാളം ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ ഉത്ഖനനം നടക്കുന്നു, ധാരാളം പഠനങ്ങൾ നടക്കുന്നു, റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു, അതെല്ലാം ശരിയാണ്. മറിച്ച് നേരത്തെ സലോകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇതെങ്ങനെയാണ് ഈ തെളിവുകൾ, ഈ എക്സ്കവേഷൻ ആർക്കിയോളജിക്കൽ എവിഡൻസസ് അല്ലെങ്കിൽ അതിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പലതരം ആർട്ടിഫാക്ട്സ്, ഇതെങ്ങനെയാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ പുതിയ ചരിത്രത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെ എങ്ങനെ കുറച്ചുകൂടി ഒരു ജനങ്ങളുടെ ഇടയിൽ എത്തിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയം അല്ലെങ്കിൽ എക്സിബിഷൻസ് ചെയ്യുന്ന ഒരു കാര്യം അതായിരിക്കും. ഒരുപക്ഷെ ഈ കണ്ടെത്തലുകളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മറ്റു രീതിയിൽ റിയാസ് പറഞ്ഞ പോലെ ഈ ഉത്ഖനനങ്ങളെ അല്ലെങ്കിൽ എക്സ്കവേഷൻ സൈറ്റുകളെ തന്നെ ആധാരമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒരു പ്രചോദനമാക്കിക്കൊണ്ടുള്ള കലാരൂപങ്ങൾ, കലാസൃഷ്ടികൾ, അതിനെക്കുറിച്ചാണ് റിയാസ് പറഞ്ഞത്. അപ്പോൾ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഒരു മ്യൂസിയം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മളൊരു ആർക്കിയോളജിക്കൽ മ്യൂസിയം, രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇപ്പോൾ ആർക്കിയോളജി മ്യൂസിയങ്ങൾ ഉണ്ട് ഇന്ത്യയിൽ. ഞാൻ എൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള മൊത്തം റിപ്പോസിറ്ററിയുടെ ഒരു 13% പോലും ഇതുവരെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ 87% ഇരിക്കുകയാണ് അവിടെ. വി ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ, പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പോൾ ആർക്കിയോളജിക്കൽ മ്യൂസിയങ്ങളുടെ സ്ഥിതി എന്താണ് ഇപ്പോഴുള്ളത്, അതെങ്ങനെയാണ് മാറ്റപ്പെടേണ്ടത്, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സൈറ്റ് ഓഫ് ലേണിംഗ് ആക്കി മാറ്റാൻ കഴിയുക, കുറച്ചുകൂടി ചെറുപ്പക്കാർ വരും നിരന്തരം പഠിക്കാൻ പറ്റുന്ന ഡൈനാമിക് കണ്ടന്റ് ഉള്ള ഒരു സൈറ്റായിട്ട് എങ്ങനെ മാറ്റാൻ കഴിയും? ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഒരു ആർക്കിയോളജിക്കൽ ലാബ് പോലെയാണ്. അവിടെ നമുക്ക് ഒരു ആർക്കിയോളജിസ്റ്റ് എന്ത് ചെയ്യും? അവർ കുഴിക്കും, റിപ്പോർട്ട് ഉണ്ടാക്കും, ലൈബ്രറി കൊടുക്കും, പിന്നെ പോവും, പിന്നെ വേറെ സൈറ്റിൽ പോവും. ആ സ്ഥലത്താണ് മുഹമ്മദിൻ്റെ ഡിജിറ്റൽ ഇമേജിങ്, ഒരു വിഷ്വൽ നെറേറ്റീവ് ഉണ്ടാക്കുന്ന ഫോട്ടോഗ്രാഫി വരുന്നത്. അപ്പം ഒരു കുഴിച്ച സ്ഥലത്തിൻ്റെ ഒബ്ജക്റ്റ് എല്ലാം ഒരു ട്രങ്ക് ബോക്സിൻ്റെ അകത്ത് പോവും. അവർ ആർക്കിയോളജിസ്റ്റ് ഇങ്ങനെ കെയർ ചെയ്യില്ല. മ്യൂസിയത്തിനെ കുറിച്ച് ആർക്കിയോളജിസ്റ്റ്ക്ക് ബോധം കുറവാണ്. പണ്ട് അടുത്ത കാലത്താണ് ഈ ബോധം, ഇങ്ങനെ എക്സിബിഷൻ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഈ മുഹമ്മദ് ഉണ്ടാക്കിയ ഈ ഡിജിറ്റൽ നെറേറ്റീവ്സ്, അത് നമുക്ക് ഒരു വിഷ്വൽ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ് എന്ന് പറയാം. സാധാരണ ചരിത്രം എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് ബേസ്ഡ് നെറേറ്റീവാണ്. അത് നമുക്ക് കാണാൻ കഴിയില്ല, അതിനെ നമുക്ക് വായിച്ച് ഗ്രഹിക്കണം. പക്ഷേ
മുഹമ്മദിൻ്റെ ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്നത് ഒരു എഴുത്ത് അറിയാത്ത ആൾക്കാരും കണ്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വിഷ്വൽ നെറേറ്റീവാണ്. പിന്നെ ഇതിനെ ഒരു കാഴ്ചപ്പാടായിട്ട് ഉണ്ടാക്കുന്നതാണ് റിയാസ് കോമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പണി. ഇങ്ങനെ ഒരു ആർക്കിയോളജിക്കൽ ഓബ്ജക്റ്റ്, ഡിജിറ്റൽ ഇമേജ്, ഇതിനെ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് അങ്ങനെ ഒരു വിഷ്വൽ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവായിട്ട് ഉണ്ടാക്കുന്നത് തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഇനിഷ്യേറ്റീവ് നമുക്ക് പറയാം. ഇങ്ങനെ കേരളത്തിലെ ഒരുപാട് സൈറ്റ്സ് കുഴിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് സൈറ്റ് മ്യൂസിയം വന്നിട്ടില്ല. നമുക്ക് എടക്കൽ മാത്രമാണ് മ്യൂസിയമായിട്ട് വന്നത്. ഇങ്ങനെ പട്ടണം സൈറ്റ് മ്യൂസിയം ഒരു പ്ലാൻ ഉണ്ട്, അത് ഇന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ നമുക്ക് സൈറ്റ് മ്യൂസിയം ഉണ്ടാക്കാം. അടുത്തതായിട്ട് ലോത്തലിലെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കേരളത്തിലെ ഒരു മാരിടൈം മ്യൂസിയം ഇല്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ഒരു മാരിടൈം മ്യൂസിയം ഉണ്ടാക്കുന്നു, അത് ഉണ്ടാക്കിയില്ല. നമുക്ക് കേരളത്തെക്കുറിച്ച് കേരള ഒരു മാരിടൈം ലാൻഡ്സ്കേപ്പ് എന്ന് പറയാം. കാരണം പണ്ടത്തെ ഈ കുരുമുളകിൻ്റെ കച്ചവടം മുസിരീസിൽ നിന്നും ഇവിടെ തൊണ്ടീസിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് കേരളത്തിലെ 3 മാരിടൈം മ്യൂസിയം വേണം. ഒരു മ്യൂസിയം റോമൻ ട്രേഡും മുസിരീസ് ഏർലി ഹിസ്റ്റോറിക് ട്രേഡിനെ അങ്ങനെ കാഴ്ചപ്പെടുത്തണം. രണ്ടാമത്തെ മ്യൂസിയം മിഡീവൽ പീരീഡിലെ കുറേ നമുക്ക് തെരസാപ്പള്ളി കാപ്പർ പ്ലേറ്റ് ഉണ്ട്. കാലിക്കറ്റിൽ തന്നെ കുറേ മുച്ചുണ്ടി മോസ്ക് കുറേ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ആ പീരിയഡിൻ്റെ നമുക്ക് ഒരു ഹെറിറ്റേജിനെ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യണം. KCHR ഡയറക്ടർ ദിനീഷൻ വടക്കിണിയിൽ മാടായിയെ അടുത്ത് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മിഡീവൽ പീരിയഡിൻ്റെ ഒരു മാരിടൈം മ്യൂസിയം നമുക്ക് ഉണ്ടാക്കാം. അടുത്തതായിട്ട് കൊളോണിയൽ പീരിയഡിലെ ഒരുപാട് കൊച്ചിയിലെ അവർ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെ കേരളത്തിനെ നമുക്ക് 3 മാരിടൈം മ്യൂസിയംസ് വേണം. കാരണം കേരളം ഒരു മാരിടൈം ലാൻഡ്സ്കേപ്പാണ്. ഇതിലെ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ളതുണ്ട്. അടുത്തതായിട്ട് ഒരു മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ഡിസ്പ്ലേ ഓഫ് ഓബ്ജക്റ്റ്. അതിലെ കോണ്ടെക്സ്റ്റും ഒരു വിഷ്വൽ നെറേറ്റീവും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ മ്യൂസിയത്തിനെ നമുക്ക് പബ്ലിക്കിന് ഇതിലെ കൊണ്ടുപോകണം. കാരണം നമുക്ക് പബ്ലിക് മ്യൂസിയത്തിന് വരുന്നതിനെക്കാട്ടിലും മ്യൂസിയം എക്സിബിഷൻ ഇങ്ങനെ പബ്ലിക്കിൻ്റെ അടുത്ത് പോകണം. അതാണ് ഈ ആർക്കിയോളജിക്കൽ ക്യാമറ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ്. അങ്ങനെ നമുക്ക് ഈ എക്സിബിഷൻ ഒരു വിഷ്വൽ നെറേറ്റീവായിട്ട് ഉണ്ടാക്കിയിട്ട് ഹിസ്റ്ററിനെ നമുക്ക് ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകണം. വയനാട്ടിലും ഇതുപോലെ ഇടുക്കി ഇതുപോലെ ദൂരത്ത് പ്രദേശങ്ങൾക്കും അങ്ങനെ ഈ എക്സിബിഷൻ കൊണ്ട് നമുക്ക് പോകണം. അതുപോലെ നമുക്ക് മ്യൂസിയത്തിനെ ഒരു ഡൈനാമിക് ലേണിംഗ് എൻവയോൺമെൻറ്റ്, അതായത് കുട്ടികൾക്ക് ചരിത്രം പഠിച്ചു കൊടുക്കാനുള്ള ഒരു വിഷ്വൽ നെറേറ്റീവായിട്ട് മാറ്റണം. ഇന്നത്തെ മ്യൂസിയം എല്ലാം പണ്ടത്തെ ഒരു ഫാസിൽ പോലെ ഉള്ള സാധനമാണ്. അത് ചിലപ്പോൾ നമുക്ക് ഡസ്റ്റ് അതിൻ്റെ മുകളിൽ കാണും. ഇന്ന് ഒരുപാട് AI ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഡിജിറ്റൽ അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മ്യൂസിയത്തിൽ ഡിജിറ്റൽ സ്പേസ് വേണം. അതുപോലെ നമുക്ക് ഈ എക്സിബിഷൻ എല്ലാ മ്യൂസിയത്തിൻ്റെ അകത്തും റെഗുലറായിട്ട് നമുക്ക് എക്സിബിഷൻ വേണം. അതായത് കളക്ഷനെ നമുക്ക് 2 രീതിയിൽ കാണാം. ഒരെണ്ണം സ്റ്റാറ്റിക് എക്സിബിഷൻ, രണ്ടാമത്തത് സ്റ്റാറ്റിക് പെർമനൻറ്റ് എക്സിബിഷൻ, രണ്ടാമത്തത് ഡൈനമിക് ചേഞ്ചിങ് എക്സിബിഷൻ. അതിൽ നമുക്ക് ഇൻടാൻജിബിൾ കൾച്ചറേയും അകപ്പെടുത്തണം. അടുത്തതായിട്ട് സൈറ്റ് മ്യൂസിയം, അത് ഇൻസിറ്റു എക്സ്കവേറ്റഡ് സൈറ്റ് മ്യൂസിയം. ഇങ്ങനെ തരം നമുക്ക് കുറേ ഡെവലപ്മെൻറ്റ്സ് ചെയ്യാനുള്ളതുണ്ട് കേരളത്തിൽ. അതുപോലെ നമുക്ക് ട്രിവാൻഡ്രം, എറണാകുളം, കൊച്ചി, കാലിക്കറ്റ്, കണ്ണൂർ ഈ ഭാഗത്ത് നമുക്ക് വലിയ മാരിടൈം മ്യൂസിയമോ മറ്റു മ്യൂസിയങ്ങളും വേണം. താങ്ക് യു. എനിക്കൊന്ന് മുഹമ്മദിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഇപ്പോൾ തന്നെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലുണ്ട്. പഴശ്ശിരാജ മ്യൂസിയത്തിൽ തന്നെ മുഹമ്മദിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റ് ധാരാളം ആർക്കിയോളജിക്കൽ പ്രോസസ്സിലൂടെയും സൈറ്റുകളും കണ്ട ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു പ്രദർശന സാധ്യത എങ്ങനെയായിരിക്കണം ഒരു വിഷ്വലി ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ പ്രസൻറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇത് ഈ ആർക്കിയോളജി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു അക്കാഡമിക് സ്പേസിൽ മാത്രം നിൽക്കുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കറിയാം എത്ര പേർക്കാണ് ഇവിടെ കേരളത്തിൽ ഇതുപോലുള്ള എക്സ്കവേഷൻ നടന്നിട്ടുള്ളതെന്ന് പോലും ഒരുപക്ഷെ ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എക്സിബിഷനെ ഒന്ന് ഈ ആൾക്കാരുടെ ഈ എക്സിബിഷൻ കണ്ടിട്ട് ആൾക്കാരുടെ കമൻ്റ് എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. ഒന്ന്
ഇതുപോലുള്ള എക്സ്കവേഷൻ അവർ പലരും മനസ്സിൽ വിചാരിച്ചിരുന്നത് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ മാത്രം നടന്നിരുന്ന കാര്യമായിട്ടാണ് പലരും പറഞ്ഞിരുന്നത്. കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നാണ് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം ഇതാണ്, ഇതൊരിക്കലും അക്കാഡമിക് സ്പേസിൽ നിന്ന് പുറത്തൊരു കോമൺ സ്പേസിലേക്ക് വരുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പം 2 മാസമായി കൊച്ചിയിൽ ഈ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അവിടെ വരുന്ന ആൾക്കാരൊക്കെ പറയുന്ന മെയിൻ കാര്യം ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു കാരണം, ഞാൻ ഒരിക്കലും കേരളത്തിന് പുറത്തുള്ള ഒരു ഇമേജും അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടില്ല. മുഴുവൻ ഇമേജുകളും കേരളത്തിലുള്ള ഇമേജുകൾ മാത്രമാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള എക്സ്കവേഷൻ നടക്കുന്നത് പലപ്പോഴും ഈ പറയുന്ന പോലുള്ള ഹിസ്റ്ററി സ്റ്റുഡൻസോ അല്ലെങ്കിൽ അവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനെ വേറൊരു പ്രത്യേകത, പലപ്പോഴും ഈ അക്കാഡമിക് സ്പേസിൽ അല്ലെങ്കിൽ ഒരു കോളേജുകളിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളോ നടത്തുന്ന ഈ എക്സിബിഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്കവേഷൻ സൈറ്റിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും കാണിക്കുക. അതിൻ്റെ ആദ്യം എങ്ങനെയായിരുന്നെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം എങ്ങനെയായിരുന്നോ ഏതെങ്കിലും അതിൽ കൊള്ളാവുന്ന ഒരു ഇമേജ് ആയിരിക്കും അവർ എക്സിബിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു പ്രോസസ്സും അതിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ കണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും സംഭവിക്കുക. പക്ഷേ നമ്മുടെ എക്സിബിഷനിൽ എല്ലാം നരേറ്റീവാണ്. ഒരു എക്സ്കവേഷൻ സൈറ്റിൽ തുടക്കം തൊട്ട് അവസാനം വരെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നരേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നരേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഒരു എക്സ്കവേഷൻ സൈറ്റിനെ ഒരാൾക്ക്, പുറത്തുനിന്നുള്ള ഒരാൾക്ക്, ഒരു അക്കാഡമിക് സ്റ്റുഡൻസിന് അല്ലാതെ പുറത്തുനിന്നുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് കൃത്യമായിട്ടും ഈ 2 സ്പേസിൽ ഞാൻ നിന്നിട്ടുണ്ട്. പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് ഈ എക്സിബിഷനുകൾ നടത്തുമ്പോൾ ഞാൻ പലപ്പോഴും പോകാറുണ്ട്. അത് പക്ഷേ ഒരു ഇടയ്ക്കൽ അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ ഇപ്പം ആനക്കര എന്ന എക്സ്കവേഷൻ സൈറ്റിൽ ഒരു ഇമേജ് ആയിരിക്കും അവിടെ കാണിക്കുക. അവിടെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല. ഒരു ഇമേജ് കാണുന്നതിനപ്പുറം അവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ അത് നരേറ്റീവ് ആവുന്നതോടെ ഒരു കഥ അവർക്ക് എങ്ങനെയായിരുന്നു ആ സൈറ്റ് മുമ്പുണ്ടായിരുന്നത്, അവസാനം എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾ നരേറ്റ് ചെയ്തിട്ടാണ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ രീതിയിലുള്ള ഒരു എക്സിബിഷൻ പലപ്പോഴും സംഭവിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. റിയാസിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതൊരു നേരത്തെ ശെൽവരാജ് സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ സാമ്പ്രദായികമായ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ കുറേ ഒബ്ജക്ട്സ് ഉണ്ടാവും. അത് നിരന്തരം അവിടെ തന്നെ ഇരിക്കുന്നു, ഫിക്സഡ് ഒരു സ്റ്റാറ്റിക് കണ്ടന്റ് എന്ന രീതിയിൽ. ഒപ്പം തന്നെ യഥാർത്ഥത്തിൽ ഡൈനാമിക്കായ കണ്ടന്റും തീമാറ്റിക്കായ കണ്ടന്റ്സും വരണം. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് കണ്ടംപററി ഇഷ്യൂസായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ, ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് പുതിയ ഡിജിറ്റൽ AI ടെക്നോളജീസ് ഉപയോഗിച്ച് വളരെ രസകരമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ ആർട്ടിസ്റ്റിക്കലി എൻഗേജ്ഡ് ആയ രീതിയിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിലൊരു വലിയൊരു ക്യൂറട്ടോറിയൽ ചാലഞ്ച് ഉണ്ട് ഇതിനകത്ത്. അതിനെ എങ്ങനെയാണ് റിയാസ് കാണുന്നത്? എനിക്ക് തോന്നുന്നൊരു ഇപ്പോൾ മുഹമ്മദിൻ്റെ ഫോട്ടോഗ്രാഫുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള എക്സ്കവേഷൻ ഫൈൻഡിങ്ങുകളിൽ നിന്ന് കിട്ടുന്ന ഒബ്ജക്റ്റുകളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ, ഒരു ഇത് എക്സിബിറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എടുത്തൊരു ഡിസിഷൻ എന്ന് പറയുന്നത്, ഇത് വെറും എവിഡൻസുകൾ മാത്രമല്ല, ഇത് ഒരു മ്യൂസിയം സ്പേസുകളിലേക്ക് മാറ്റിവെക്കാനുള്ള ഒരു ഒബ്ജക്റ്റുകൾ എന്നുള്ള രീതിയിലല്ല അപ്രോച്ച് ചെയ്തിരുന്നത്. അപ്പോൾ അതൊന്നും ആദ്യം നമ്മൾ ചെയ്തിരുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു എസ്തറ്റിക് വാല്യൂ, അത് ഈ കുഴിച്ചെടുക്കുന്നത് കേരളത്തിൻ്റെ കലാചരിത്രമാണെന്നുള്ള ഒരു ബോധം, ആ ഒരു ദൃശ്യബോധം നമ്മൾ ക്രൊണോളജിക്കലി നമ്മളുടെ പല ട്രഡീഷണൽ ഫോർമാറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു എവല്യൂഷണറി, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ആദ്യകാല പേട്രണേജിൻ്റെ ഹിസ്റ്ററികളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ കണ്ടംപററി ആർട്ട് ഡിസ്കോഴ്സിൽ, പ്രത്യേകിച്ച് കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത്, ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിൽ ഏറ്റവും അധികം കലാനിർമ്മാണം നടക്കുന്ന സ്ഥലമാണ് ഈ കൊച്ചി, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു ചില പ്രദേശങ്ങൾ. അപ്പോൾ അതിൽ എത്തി നിൽക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ എവല്യൂഷണറി ഹിസ്റ്ററി വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത് വേറൊരർത്ഥത്തിൽ അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വാഴി ആർക്കൈവിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ ഈ ഒബ്ജക്റ്റുകളെ അതിലൂടെ കേരളത്തിൻ്റെ ഒരു ആർട്ട് ഹിസ്റ്റോറിക് നരേറ്റീവ് കൂടി പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോഴാണ് ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ഇടയിൽ, ഇത്തരം ചരിത്ര വസ്തുതകളുമായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് പുതിയ ആർട്ടിസ്റ്റിക് ഇമാജിനേഷനുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഒരു വലിയൊരു എവിഡൻസ് കൂടിയാണ്. കഴിഞ്ഞൊരു 15 വർഷത്തിൻ്റെ ഇടയിൽ ഒരു കാറ്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഏജൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇന്ത്യൻ കലാലോകത്തിൻ്റെ പെർസെപ്ഷൻ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ ഈ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ വലിയ റോളുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ തുളുനാട്ടിൽ നിന്നാണ് വരുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്.
ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമായ ശ്രദ്ധ പതിഞ്ഞ ഇടമാണോ തുളുനാട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടെ കൊച്ചി വരെയുള്ള കാര്യം, മാടായിക്കാവ് വരെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ റിസർച്ച് പേപ്പറിൽ തുളു ഭാഷ, സംസ്കാരം, ചരിത്രം എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തുളുനാടിൽ എന്ന് ജനവാസം ആരംഭിച്ചു എന്നതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ മഹാശിലാ സംസ്കൃതിയെക്കുറിച്ച് ഉള്ള ഒരു അന്വേഷണം നടന്നിരുന്നു. അതിനുള്ള യാതൊരു റെഫറൻസും ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു പുതിയ അല്ലെങ്കിൽ നിലവിലുള്ള മുഖ്യധാര ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളിവിടെ പറഞ്ഞു വന്ന സമയത്ത് എവിടെയും എൻ്റെ ദേശത്തു നിന്നുള്ള ഒരു കാര്യവും കേട്ടിട്ടില്ല. ഞങ്ങൾ കാസർഗോഡ്, എനിക്ക് തോന്നുന്നു മ്യൂസിയത്തെ ഉണ്ട് പറഞ്ഞു, അവിടെ ചോയ്യങ്കോട്, കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങൾ, പുലച്ചിക്കല്ല് എന്നറിയപ്പെടുന്ന നടുക്കല്ല്, നന്നങ്ങാടി, കൊടുങ്കല്ലറ തുടങ്ങിയ ഒരുപാട് ചരിത്ര സംസ്കൃതി ഉണ്ട് അവിടെ. എന്തുകൊണ്ടാണ് ഈ ഒരു ദേശത്തേക്ക് ആർക്കിയോളജിസ്റ്റുകളുടെ കാഴ്ച എത്താത്തത് എന്നതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നാടിൻ്റെ സംസ്കാരത്തെ നിങ്ങൾ കുറച്ചും കൂടെ വിപുലമായി അടയാളപ്പെടുത്തുമെന്ന്. താങ്ക് യു. കാസർഗോഡ് ഭാഗത്ത് അടുത്തുള്ള ഉമ്മച്ചിപ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കുഴിച്ചിട്ടുണ്ട്. ഇതുപോലെ കാസർഗോഡ് മാത്രമല്ല കുറേ സ്ഥലത്ത് നമുക്ക് സംരക്ഷിക്കാനുള്ള സ്മാരകങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെ കേരള സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കണം. ഇങ്ങനെ അതാണ് എൻ്റെ ഒരു ഇതിൽ പറഞ്ഞത്, ഹെറിറ്റേജ് മാനേജ്മെൻറ്റ് പോളിസി. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ തരം സൈറ്റ് മ്യൂസിയം ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ പോളിസി ഉണ്ടാക്കിയിട്ട് അതൊരു 10 years 15 years പ്രോജക്റ്റായിട്ട് ഉണ്ടാക്കണം. അടുത്തതായിട്ട് അടുത്ത മാസം 16-ാം തീയതി ഒരു ടൂറിസം പ്രോജക്റ്റിന് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അവിടെ ഉറപ്പായിട്ട് ഈ നിങ്ങളുടെ ഈ സജഷൻ പറയാം. താങ്ക് യു. എൻ്റെ പേര് അരവിന്ദ് എന്നാണ്. ഞാൻ ലൈക്ക് 2 ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് ചോദിക്കാനാണ് ശ്രമിക്കുന്നത്. ഒന്നാമത്തത്, ലൈക്ക് ഈ ചോദ്യങ്ങൾ വരുന്നത് ഇതിനെക്കുറിച്ച് ഉപരിപ്ലവമായ അറിവുകളിൽ നിന്ന് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ആർക്കിയോളജി, ലൈക്ക് ടെക്നോളജി ആസ് സച്ച് കട്ടിങ് എഡ്ജായിട്ട് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് പഴയ തരത്തിലുള്ള ആർക്കിയോളജിക്കൽ മെത്തഡോളജിക്ക് അപ്പുറത്തുള്ള ലിഡാർ സംവിധാനങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു വലിയ മാപ്പിംഗ്, ലാൻഡ്സ്കേപ്പ് മാപ്പിംഗ് കുറച്ചും കൂടി പെട്ടെന്ന് ഉള്ളൊരു സാധ്യത എത്രത്തോളം നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ ഒരു സാധ്യതകൾ. അതിൻ്റെ രണ്ടാമത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് സംസാരിക്കേണ്ടത് ഇതിൻ്റെ ഒരു റെലവൻസ് വരുന്ന ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കൂടുതൽ എഴുത്തുകാരെ, കവികൾ, എഴുത്തുകാരായിരുന്നാലും അല്ലെങ്കിൽ സിനിമ, ചലച്ചിത്ര ആവിഷ്കരണത്തിൻ്റെ രൂപത്തിലൂടെ എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് നറേറ്റീവ് എത്തിക്കാൻ വേണ്ടി ഈ പറയുന്ന സർവേ, ഈ ആർക്കിയോളജിക്കൽ ടീമിൻ്റെ കൂടെ ആ ഒരു ലെവലിൽ ഒരു ടീം എന്തുകൊണ്ട് അത് ഉണ്ടോ, അത് എന്തുകൊണ്ട് ഉണ്ടാവാത്തത് എന്നുള്ളൊരു ചോദ്യം. അടുത്തതായിട്ട് തമിഴ്നാട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. അതായത് പബ്ലിക് ആർക്കിയോളജി, കൺവെൻഷണൽ ആർക്കിയോളജി എന്ന് പറയുന്നത് കോർ റിസർച്ച് മാത്രം അവർ ചെയ്യും. ഈ പബ്ലിക് ആർക്കിയോളജി, കമ്മ്യൂണിറ്റി ആർക്കിയോളജി എന്ന് പറയുന്നത് അതെയാണ് മുഹമ്മദും റിയാസ്കോമും ചെയ്യുന്നത്. ദേ ആർ പബ്ലിക് ആർക്കിയോളജിസ്റ്റ്, കമ്മ്യൂണിറ്റി ആർക്കിയോളജിസ്റ്റ്. കാരണം ആർക്കിയോളജിസ്റ്റിൻ്റെ പണി അവർ 100% അക്കാഡമിക്, സയൻറ്റിഫിക്, അവർ ലാബിൽ മാത്രം ഉണ്ടാവും. അവരുടെ പണി ഒരു എക്സ്കവേഷൻ കഴിഞ്ഞ് വേറെ എക്സ്കവേഷൻ പോവും, അവർക്ക് സമയമുണ്ടാകില്ല. ഇതുപോലത്തെ കമ്മ്യൂണിറ്റി പബ്ലിക് ആർക്കിയോളജി അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കേരളത്തിലെ കുറച്ചുകൂടെ കൂടുതൽ വരണം. തമിഴ്നാട്ടിലെ പണ്ടത്തെ എക്സ്കവേഷൻ, ഇങ്ങനെ എക്സ്കവേഷൻ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫീസേഴ്സ് ആയിരുന്നു. അടുത്ത കാലത്ത് പബ്ലിക്കാണ് ഇന്ന് എങ്ങളുടെ നാട്ടിലെ ഇങ്ങനെ കുറേ ഇതുണ്ട്, വന്ന് കുഴിക്കണം, അങ്ങനെയാണ് ഇവർ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അതാണ് ഒരു പബ്ലിക് ആർക്കിയോളജിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ഇത് തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്, കേരളത്തിലും വന്നിട്ടുണ്ട്, കുറേ അളവിൽ, അധികമായിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ നമുക്ക് പബ്ലിക് കമ്മ്യൂണിറ്റി ആർക്കിയോളജി സ്ട്രെങ്തൻ ചെയ്യണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേതായിട്ട് ലൈഡാർ ടെക്നോളജി കേരളത്തിന് ഒരു ഐഡിയലാണ്. കാരണം അങ്കോർ വാട്ട് ടെമ്പിൾസിൻ്റെ അകത്ത് ഒത്തിരി ഈ ഗ്രാസും ഇങ്ങനെ ട്രീസും ഉണ്ടായിരുന്നു. അതിനെ താഴെ ഉള്ള ഈ പുരാവസ്തു സാധനങ്ങളെ ഇവർ ലൈഡാർ ടെക്നോളജി കൊണ്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു പ്രശ്നം, കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. ഉറപ്പായിട്ട് നമുക്ക് കാലിക്കറ്റിലോ
ഇല്ല കണ്ണൂരിലോ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സർവകലാശാലയിൽ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ ഒരു റിക്വസ്റ്റ് പബ്ലിക് ആർക്കിയോളജിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ പോകണം ഗവൺമെൻറ്റിന്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ടെക്നോളജി നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം ആർക്കിയോളജിസ്റ്റിൻ്റെ എണ്ണം കുറവാണ്, അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കുറവാണ്. അങ്ങനെ നമുക്ക് കുറേ പോളിസി ചേഞ്ചസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഫണ്ടിങ്ങും കൂടുതൽ വേണം. അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിനെ നമുക്ക് അപ്ലൈ ചെയ്യാം. അടുത്തതായിട്ട് റിമോട്ട് സെൻസിങ് ആൻഡ് GIS ടെക്നോളജി, ഇതും എല്ലാ സ്ഥലത്തും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, അതും നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാം നമുക്ക് പോളിസീൻ്റെ അകത്ത് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉറപ്പായിട്ട് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. അടുത്ത കാലത്ത് തമിഴ്നാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആർക്കിയോളജി ബഡ്ജറ്റ് 1 crore 5 crore 7 crore ആയിട്ട് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ബഡ്ജറ്റ് വന്നു കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റ് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. സാർ, എൻ്റെ പേര് സായുജ്യ. ഞാൻ ആലുവ UC കോളേജിൽ ആർക്കിയോളജി ഗസ്റ്റ് ലെക്ചറാണ്. ആൻഡ് സെൽവകുമാർ സാർ ആയിരുന്നു എൻ്റെ കോ-ഗൈഡ് MA ഡെസർട്ടേഷന്. അപ്പോൾ സാറിന് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ആർക്കിയോളജിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ വി സ്റ്റഡി ദ പാസ്റ്റ്, ഹ്യൂമൻ പാസ്റ്റ് ത്രൂ മെറ്റീരിയൽ റിമെയിൻസ്. അപ്പോൾ ഈ മെറ്റീരിയൽ റിമെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹ്യൂമൻ പാസ്റ്റ് പഠിക്കുമ്പോൾ ഇത് നമുക്ക് എക്സിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് എവറി മെറ്റീരിയൽ റിമെയിൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ടു അസ്. പക്ഷെ അതൊന്ന് നമ്മൾ എങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് ഇത് മാത്രം എക്സിബിറ്റ് ചെയ്യും? അല്ലെങ്കിൽ കുറേ ബീഡ്സ് കിട്ടി, അല്ലെങ്കിൽ കുറേ പോട്ടറീസ് കിട്ടി, ഇതൊന്നും നമ്മൾ എങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് അത് ഡിസൈഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ആ ഒരു ചലഞ്ച് എങ്ങനെയാണ് സാർ ഫേസ് ചെയ്യുന്നതും അത് ചെയ്യുന്നത്? റിസർച്ച് മെത്തഡോളജിയിലെ 2 രീതിയിൽ നമുക്ക് പോവാം. റിസർച്ച് മാത്രമല്ലാതെ സാധാരണമായിട്ട് ഹ്യൂമൻസിൻ്റെ അങ്ങനെ ഒരു റീസണിങ്, ഒന്ന് മുകളിലിരുന്ന് താഴെ, രണ്ടാമത്തേത് താഴെ ഇരുന്ന് മുകളിൽ. അങ്ങനെ നമുക്ക് ഇങ്ങനെ തരം വരുന്ന അപ്രോച്ചിൽ താഴെ ഇരുന്ന് കിട്ടുന്ന ഓബ്ജക്ട്സിലിരുന്ന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഹൈപ്പോത്തീസിസ് ഉണ്ടാക്കിയിട്ട് ഒരു തീം ഉണ്ടാക്കിയിട്ട് അതിൽ റെലവൻ്റ് ആയിട്ട് ഉള്ളത് മാത്രം നമുക്ക് ചെയ്യാം. ഇങ്ങനെ 2 അപ്രോച്ച്, ബോട്ടം ടു ടോപ്പ്, ടോപ്പ് ടു ബോട്ടം. ഇവർ ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. മിക്കവാറും ആർക്കിയോളജിസ്റ്റും അക്കാഡമിക്സും ബോട്ടത്തിൽ നിന്ന് ടോപ്പിൽ പോകും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലം ഓറിയന്റഡ് റിസർച്ച് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് ഓറിയന്റഡ് റിസർച്ച്. സാർ, ഈ കുഴിക്കണം എന്ന് ആവർത്തിച്ച് പറയുന്നതുകൊണ്ടുണ്ടായ പെട്ടെന്നൊരു സംശയമാണ്. അപ്പം നാളെ നമ്മുടെ പറമ്പിൽ ഒരു ആർക്കോളജിക്കൽ സൈറ്റ് വന്ന്, ഇപ്പോൾ എന്തെങ്കിലും നന്നങ്ങാടിയോ എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ വരികയും അത് ആർക്കോളജി സൈറ്റ് ആണെന്ന് പറഞ്ഞ് കുറ്റിയടിച്ച് പോവുകയും ചെയ്യും. ആകപ്പാടെ 10 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം നമുക്ക് പട്ടയുള്ള ഭൂമിയാണ്, നിങ്ങളവിടെ നിന്ന് പിന്നെ നമുക്ക് കൃഷി ചെയ്യാനും പറ്റില്ല, നിങ്ങൾ പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ എന്താണ് അടുത്ത പരിപാടി, നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരുമോ അതോ വേറെ ഭൂമി നമുക്ക് തരുമോ? അപ്പം അങ്ങനെ തന്നാൽ തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ, അതോ നമുക്ക് അങ്ങനെ പോവുകയാണോ ചെയ്യേണ്ടത്, ശരിയാണോ എന്നുള്ളൊരു എങ്ങനെ നിങ്ങൾ അതിനെ ഡീൽ ചെയ്യുമെന്നുള്ളതാണ്. അതായത് എല്ലാ സ്ഥലത്തും നമുക്ക് അങ്ങനെ ചെയ്യണ്ടാം. അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് കൺസർവേഷൻ വേണം. എല്ലാ സ്ഥലത്തിലും ഇങ്ങനെ ആൾക്കാരുടെ മാറ്റി വിടില്ല. നമുക്ക് എല്ലാ സ്ഥലത്തിലും മ്യൂസിയം പ്രാക്ടിക്കൽ അല്ല. ചില സ്ഥലത്ത് മാത്രം അതിനെ നമുക്ക് സാൽവേജ് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവരാം. ഇങ്ങനെ വന്ന് എല്ലാ സ്ഥലത്തിനും നമുക്ക് അതുപോലെ ഉണ്ടാക്കുന്ന ഒരു ആവശ്യം വേണ്ട. കാരണം എല്ലാ സ്ഥലത്തും മ്യൂസിയം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആർ കാണും? അതുകൊണ്ട് അതൊരു വയബിൾ ഇല്ല. ചില സ്ഥലത്ത് മാത്രം വിത്ത് ദ കോഓപ്പറേഷൻ ഓഫ് ദ ലോക്കൽ കൺസർവേഷൻ ചെയ്യാൻ പറ്റും. കാരണം അടുത്തതായിട്ട് ആണക്കറാണ് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഒരു മെഗലിത്തിക് മോണ്യുമെൻ്റ് ഉണ്ട്. അവർ കയ്യിൽ സംസാരിച്ച് ആ സ്ഥലം മാത്രം, ഒരു ചെറിയതൊരു സ്ഥലം, ഒരു 100 square feet, അത് മാത്രം അവർ സംരക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ തരം ഉള്ള കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് കൺസർവേഷനെ കേരള ഗവൺമെൻറ് സബ്സിഡീസ് കൊടുക്കാം, ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അതുകൂടെ പഞ്ചായത്തും ഇതിൽ ഇടപെടണം. കാരണം ഗവൺമെൻറ് മാത്രം ട്രിവാൻഡ്രത്ത് ഇരുന്നു കൊണ്ട് അവർക്ക് മാത്രം എല്ലാം ചെയ്യാൻ പറ്റില്ല. ലോക്കൽ പഞ്ചായത്തും ഇതിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് അവർ തന്നെ ഇത് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് മെഡീവൽ ഇൻസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അന്നത്തെ ഗവൺമെൻറ് ചെയ്തിട്ടില്ല, ആൾക്കാരാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അവർ തന്നെ കുളമുണ്ടാക്കി, അവർ തന്നെ ഉണ്ടാക്കി. അതുപോലെ നമുക്ക് ഈ ലോക്കൽ പഞ്ചായത്ത് തന്നെ ഇടപെട്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ആർക്കിയോളജിക്കൽ ക്യാമറ എന്ന് പറയുന്ന പ്രദർശനം ഒട്ടേറെ കൊച്ചിയിലായാലും ശരി ഇവിടെയായാലും ശരി ഒട്ടേറെ വിദ്യാർത്ഥികളെയും ഗവേഷകരെയും കലാകാരന്മാരെ ആകർഷിച്ച ഒരു പ്രദർശനം കൂടിയാണ്. അതിൻ്റെ തെളിവാണ് ഇത്തവണത്തെ ദേശാഭിമാനി വാരിക ഈ
ഷോയിനെ കേന്ദ്രീകരിച്ചുള്ള നിരവധി ലേഖനങ്ങൾ, ഈ സ്പെഷ്യൽ ഇഷ്യൂ ഓൺ ഈ ആർക്കിയോളജിക്കൽ ക്യാമറയെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു അതൊരു പ്രത്യേക രീതിയിലുള്ളൊരു, എനിക്ക് തോന്നുന്ന ഒരു ഈ പ്രദർശനത്തിൻ്റെ ഗൗരവവും പ്രസക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യം കൂടിയാണ്. എനിക്ക് തോന്നുന്നു അത്തരം ഒരു ഈ പ്രദർശനത്തിലേക്ക് കൂടുതൽ ആൾക്കാർ കാണാൻ ഉള്ള സാഹചര്യം ഉണ്ടാവട്ടെ. അതിവിടെ ആയാലും ഇവിടെ 6-ാം തീയതി വരെയാണ് കോഴിക്കോടുള്ളത്. കൊച്ചിയിൽ കുറച്ച് ദിവസം കൂടിയുണ്ട്. കൊച്ചി ബൈനാലെ കാണാൻ വരുന്ന ആൾക്കാർ അതുകൂടി കാണുക. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ സെൽവരാജ്, മുഹമ്മദ് റിയാസ് കൗമു, കേട്ടിരുന്ന നിങ്ങൾ ചോദ്യകർത്താക്കൾ എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി.